കിരിബാത്തിയിൽ പുതുവർഷം പിറന്നിരിക്കുന്നു. പിന്നാലെ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, അങ്ങനെ പുതുവർഷത്തിൻ്റെ വരവ് എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇന്ത്യയിലേക്കുള്ള വരവും കാത്തിരിക്കുന്നു. ജിഷ്ണു രവീന്ദ്രൻ. നോക്കൂ റിജിത്ത്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കിരിമാത്തിയിലെ ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. പുതുവത്സര ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. പുതുവർഷത്തെ അവർ വരവേറ്റിരിക്കുകയാണ്. കിരിമാത്തി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. പസഫിക് രാജ്യങ്ങളിലാണ് ആദ്യമായി പുതുവർഷം എത്തുക എന്നത് നമുക്കറിയാവുന്നതാണ്. കിരിമാത്തിയിൽ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരങ്ങൾ ആളുകൾ ഈ ബീച്ചിൽ ഒത്തുകൂടുകയും അവിടെ വെച്ചാണ് ഈ ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. ആ ആഘോഷങ്ങൾക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് ഈ ക്രിബുകൾ, അതായത് ഈ പറയുന്ന പുൽക്കൂടുകളിലെ വെളിച്ചം മാത്രമേ ആ ബീച്ചുകളിൽ ഉണ്ടാവുകയുള്ളൂ. മറ്റു വെളിച്ചങ്ങളൊന്നുമില്ലാതെ പുൽക്കൂടുകളിലെ വെളിച്ചം മാത്രം വെച്ചുകൊണ്ടൊരു ആഘോഷമാണ് അവിടെ നടക്കുന്നത്. ഈ 3:30 ഇന്ത്യൻ സമയം 3:30 അവിടെ പുതുവർഷം പിറന്നിരിക്കുന്നു. ഇനി ഇതാ 1 മണിക്കൂർ കഴിയുമ്പോൾ, ഇതാ 4:30 ആകുമ്പോഴേക്കും സമോവ, ടോങ്ക എന്നീ മറ്റ് പസഫിക് രാജ്യങ്ങളിൽ കൂടി പുതുവർഷം പിറക്കും. പിന്നീട് ഇങ്ങോട്ട് ന്യൂസിലാൻഡ്, അതുപോലെ ജപ്പാൻ, ഓസ്ട്രേലിയ, കഴിഞ്ഞ് ഇന്ത്യയും ശ്രീലങ്കയും ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കൂടി പുതുവർഷം എത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് കിരിമാത്തിയിൽ നടക്കുന്നത്. കിരിമാത്തി നമുക്കറിയാം, പക്ഷി നിരീക്ഷകരുടെ സ്വർഗം എന്ന് വിളിക്കപ്പെടുന്ന രാജ്യമാണ് കിരിമാത്തി. അതുപോലെ തന്നെ വലിയ മത്സ്യസമ്പത്തുള്ള രാജ്യമാണ്. അവിടെ സീ ഫുഡിന് വളരെ പേരുകേട്ട സ്ഥലമാണ്. അവിടെ പുതുവർഷ രാവിലെ നടക്കുന്ന ഫീസ്റ്റുകളിലെല്ലാം പ്രധാനപ്പെട്ട ഭക്ഷണമാണ് സീ ഫുഡ്. അങ്ങനെ വലിയ ആഘോഷം. നമ്മളിപ്പോൾ തത്സമയം കാണുന്നത് ന്യൂസിലാൻഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ നമ്മുടെ ഇന്ത്യൻ സമയം 4:30 പുതുവർഷം എത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയും ഇതാ എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ പൂർത്തിയാക്കി പുതുവർഷത്തെ വരവേൽക്കാൻ കാത്തു നിൽക്കുന്നു ജനത. അതെ, ഈ പസഫിക് രാജ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആ പസഫിക് രാജ്യങ്ങളിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ന്യൂസിലാൻഡ്, അതുപോലെ തന്നെ പിന്നീട് അത് ഓസ്ട്രേലിയയിലേക്കും ജപ്പാനിലേക്കും ഒക്കെ എത്തുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ പുതുവർഷത്തെ ഇനി വരവേൽക്കാൻ മണിക്കൂറുകൾ കാത്തിരിക്കുമ്പോൾ ഇതാ മറ്റൊരു പ്രദേശത്ത്, ലോകത്തിൻ്റെ മറ്റൊരു കോണിൽ 2026 എന്ന പുതുവർഷം പിറന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതാ 1 മണിക്കൂറിനുള്ളിൽ, കേവലം 10-15 മിനിറ്റുകൾക്കുള്ളിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൂടി പുതുവർഷം എത്തുകയാണ്. ആഘോഷ പരിപാടികൾ ആരംഭിക്കുകയാണ്. പിന്നീട് ഇങ്ങോട്ട് നമുക്കറിയാം, ഈ ഓസ്ട്രേലിയയുടെ ഒരു വടക്ക് കിഴക്കൻ മേഖലയിലാണ് കിരിമാത്തി എന്ന് പറയുന്ന ഈ ദ്വീപ് രാഷ്ട്രം വരുന്നത്. വളരെ ഒരു കൊച്ചു രാജ്യമാണ്. അവിടെ വലിയ ആഘോഷങ്ങൾ, അതുപോലെ തന്നെ ഈ പറയുന്ന ഫീസ്റ്റ് ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളൊക്കെ നടക്കുന്നു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഓസ്ട്രേലിയയിലും അതുപോലെ ന്യൂസിലാൻഡിലും ഒക്കെ കഴിഞ്ഞ് പിന്നെ റഷ്യ, അതുപോലെ തന്നെ ഇങ്ങോട്ട് ജപ്പാൻ, അത് കഴിഞ്ഞ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക്, ഇന്ത്യയിലേക്കും ശ്രീലങ്കയിലേക്കും ഒക്കെ പുതുവർഷം എത്തുകയാണ്. നമ്മൾ മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന സമയത്ത് തന്നെ ഇതാ പുതുവർഷം പിറന്നിരിക്കുന്നു. ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുന്നു. എല്ലാവിധ ആഘോഷങ്ങൾക്കും ആരംഭം കുറിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മളിപ്പോൾ കിരിമാത്തിയിൽ നിന്ന് വരുന്ന ആഘോഷ ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസിലാൻഡിൻ്റെ ഉൾപ്പെടെയുള്ള ആഘോഷ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. റീജിത്ത്. ശരി, ജിഷ്ണു രവീന്ദ്രൻ വിശദാംശങ്ങൾ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.